ഇസ്രായേലി ഫ്ലാഗ് തൂക്കിയെടുത്ത് എറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് എന്തിനാണെന്നും ഏതിനാണെന്നും ആ ദൃശ്യം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇസ്രായേലി തീവ്രവാദികൾ വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന അറ്റാക്കിങ്സിന്റെ വീഡിയോ ഫൂട്ടേജുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി കാണാം. അതുപോലെ ട്രംപ് അണ്ണൻ ഓരോ ദിവസം വന്ന് ഓരോ കാര്യങ്ങൾ പറയും. അതിൽ ഇന്നലെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറക്കാമെന്ന് ഇറാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഇനി ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോകാമെന്നാണ് ട്രംപ് എണ്ണം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ട്രംപ് എണ്ണം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനിലുള്ള യുറാനിയം എൻറിച്ച്മെന്റ് US കൊണ്ടുപോയിക്കോ എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ 2 ദൃശ്യം കണ്ടില്ലേ? ഈ ദൃശ്യത്തിൽ കാണുന്നത് ജയിൽ ഫുഡ് അല്ല. ഈ ഫുഡ് എന്ന് പറയുന്നത് US സോൾജിയേഴ്സിന് കൊടുക്കുന്ന ഫുഡാണ്. അതായത് US വേണ്ടിയിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുള്ള അബ്രോഡിലേക്ക് പോയിട്ടുള്ള US വേണ്ടിയിട്ടല്ല, ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് പോയിട്ടുള്ള സോൾജിയേഴ്സിന് കൊടുക്കുന്ന ഫുഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഫോട്ടോസ് ഒക്കെ പബ്ലിക്കിന്റെ അടുത്ത് എത്തിയിട്ടുള്ളത് ആ സോൾജിയേഴ്സ് അവരുടെ ഫാമിലിക്ക് അയച്ചു കൊടുത്താണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ട് ആ ഫാമിലിയാണ് ഈ കാര്യം പുറത്തേക്ക് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ കാര്യം പബ്ലിക്കിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ ആളുകൾ, അത് US ആവട്ടെ അതുപോലെ ഇസ്രായേൽ ആവട്ടെ, അവരുടെയൊക്കെ റൂളേഴ്സ് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ലക്ഷറിയസ് ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് വേണ്ടി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള സോൾജിയേഴ്സ് കഴിക്കുന്ന ഫുഡാണിത്. അപ്പോൾ അതാണ് ഇപ്പോൾ US സോൾജിയേഴ്സിന്റെ, അതായത് ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൊക്കെ നിൽക്കുന്ന US സോൾജിയേഴ്സിന്റെ അവസ്ഥ. കൃത്യമായിട്ടുള്ള ഫുഡ് വരില്ല. ഫുഡിന്റെ കാര്യം പറയുന്നത് നാവി ഓഫീസിൽ നിന്ന് ലോ ഓഫ് ഫുഡ് നടത്തില്ല. അതായത് ഫുഡ് വളരെ തുച്ഛമായിട്ടാണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ റേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് US-ൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീനിയൻ വില്ലേജിൽ ഈ ഇസ്രായേലി തീവ്രവാദികൾ സെറ്റിലേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന വിഷ്വൽസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ അറ്റാക്കിങ്സിൽ ഒരു വീട് അവർ കത്തിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു കാറും കത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം.